ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായത് കോഴിക്കോടാണ്. 1973 കോഴിക്കോടാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമാകുന്നത്. വേൾഡ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ മലയാളി വനിതയാണ് അഞ്ജു ബോബി ജോർജ്. അഞ്ജു ബോബി ജോർജ് ആണ് വേൾഡ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യ മലയാളി വനിത. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത PT ഉഷയാണ്. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത PT ഉഷ. രാജീവ് ഖേൽരത്ന അവാർഡ് ലഭിച്ച ആദ്യ മലയാളി വനിതയാണ് KM ബീനാമോൾ. രാജീവ് ഖേൽരത്ന അവാർഡ് ലഭിച്ച ആദ്യ മലയാളി വനിത KM ബീനാമോളാണ്. പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി വനിതയാണ് സിസ്റ്റർ അൽഫോൺസ. പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി വനിത, ആദ്യ മലയാളി ശ്രീനാരായണ ഗുരുവാണ്. ആദ്യ മലയാളി വനിത സിസ്റ്റർ അൽഫോൺസയാണ്. കേരള നിയമസഭയിലെ ആദ്യ വനിതാ മന്ത്രിയാണ് KR ഗൗരിയമ്മ. കേരള നിയമസഭയിലെ ആദ്യ വനിതാ മന്ത്രി KR ഗൗരി. സരസ്വതി സമ്മാൻ ആദ്യമായി ലഭിച്ച മലയാളിയാണ് ബാലാമണിയമ്മ. 1995 ബാലാമണിയമ്മക്ക് സരസ്വതി സമ്മാൻ ലഭിക്കുന്നത്. സരസ്വതി സമ്മാൻ ലഭിച്ച ആദ്യ മലയാളി ബാലാമണിയമ്മ. രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിച്ച ആദ്യ കേരളീയനാണ് VR കൃഷ്ണയ്യർ. രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിച്ച ആദ്യ കേരളീയൻ VR കൃഷ്ണയ്യർ. കേരള നിയമസഭയിൽ ആദ്യമായി അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചത് 1964 PK കുഞ്ഞാണ്. 1964 PK കുഞ്ഞാണ് കേരള നിയമസഭയിൽ ആദ്യമായി അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നത്. കേരളത്തിലെ ആദ്യമായി ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തിയ സ്ഥാപനം കൊച്ചിയിലെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലാണ്. കൊച്ചിയിലെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലാണ് കേരളത്തിൽ ആദ്യമായി ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തിയ സ്ഥാപനം. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയാണ്. കേരളത്തിലെ ആദ്യത്തെ തീവണ്ടി സർവീസ് ബേപ്പൂർ മുതൽ തിരൂർ വരെയായിരുന്നു 1861. കേരളത്തിലെ ആദ്യത്തെ തീവണ്ടി സർവീസ് ബേപ്പൂർ മുതൽ തിരൂർ വരെ. കേരളത്തിലെ ആദ്യത്തെ തേക്കുംതോട്ടം നിലമ്പൂർ തേക്കുംതോട്ടമാണ്. കേരളത്തിലെ ആദ്യത്തെ തേക്കുംതോട്ടം നിലമ്പൂർ തേക്കുംതോട്ടം. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഇടുക്കി ജില്ലയിലെ ഇരവിക്കുളമാണ്. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഇരവിക്കുളം ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യത്തെ നിയമനിർമ്മാണ സഭ ശ്രീമൂലം പ്രജാസഭയാണ്. 1888 അത് നിലവിൽ വരുന്നത്. ശ്രീമൂലം പ്രജാസഭയാണ് കേരളത്തിലെ ആദ്യത്തെ നിയമനിർമ്മാണ സഭ. കേരള സർവകലാശാലയുടെ ആദ്യത്തെ ചാൻസലർ ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവായിരുന്നു. കേരള സർവകലാശാലയുടെ ആദ്യത്തെ ചാൻസലർ ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ്. കേരളത്തിലെ ആദ്യത്തെ ഇംഗ്ലീഷ് കോട്ട അഞ്ചുതെങ്ങ് കോട്ടയാണ്. കേരളത്തിലെ ആദ്യത്തെ ഇംഗ്ലീഷ് കോട്ട 1695 സ്ഥാപിതമായ അഞ്ചുതെങ്ങ് കോട്ടയാണ്. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് 1721 നടന്ന ആറ്റിങ്ങൽ ലഹള. 1721 നടന്ന ആറ്റിങ്ങൽ ലഹളയാണ് കേരളത്തിലെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. കേരളത്തിലെ ആദ്യ സ്പീക്കർ R ശങ്കരനാരായണൻ തമ്പിയാണ്. കേരളത്തിലെ ആദ്യത്തെ സ്പീക്കർ R ശങ്കരനാരായണൻ തമ്പി.